സഞ്ജു സാംസന്റെ 2020 ലോകകപ്പ് അരങ്ങേറ്റത്തിനായി ഇനി എത്ര നാൾ കാത്തിരിക്കണം? അമേരിക്കയ്ക്കെതിരായ ആദ്യ പ്ലേയിങ് 11 വന്നപ്പോൾ ആ കാഴ്ച ഇനിയും വൈകുമെന്ന് വ്യക്തമാക്കി. ഇഷാൻ കിഷനെ മറികടന്ന് സ്ഥാനം തിരിച്ചുപിടിക്കുക എന്നത് എളുപ്പം സാധ്യമായ ഒന്നല്ല. പക്ഷേ നമീബിയയ്ക്കെതിരായ രണ്ടാം മത്സരത്തിൽ സാധ്യതകളുണ്ട്. അത് ഇഷാന്റെ കസേരയല്ല, അഭിഷേക് ശർമ്മയുടെ ഒന്നാം നമ്പർ സ്പോട്ടിലേക്കാണ്. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ അഭിഷേക് ഫീൽഡിങ്ങിനായി കളത്തിൽ എത്തിയിരുന്നില്ല. ഫീൽഡിങ്ങിൽ മാത്രമല്ല, മത്സരശേഷമുള്ള ഹസ്തദാന വേളയിലും താരം പ്രത്യക്ഷപ്പെട്ടില്ല. അഭിഷേക് ശർമ്മയ്ക്ക് കടുത്ത പനിയും അനുബന്ധമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പിന്നാലെ വന്ന റിപ്പോർട്ടുകൾ. കാലാവസ്ഥാ വ്യതിയാനം മൂലം സ്റ്റാർ പേസർ ബുംറയ്ക്കും പനി ബാധിക്കുകയും ആദ്യ മത്സരത്തിൽ വിശ്രമം അനുവദിക്കുകയും ചെയ്തിരുന്നു. അഭിഷേകിന്റെ പകരക്കാരനായി സഞ്ജു ആയിരുന്നു അമേരിക്കയ്ക്കെതിരെ ഫീൽഡിങ്ങിനായി ഇറങ്ങിയതും. ഫെബ്രുവരി 12-നാണ് നമീബിയയ്ക്കെതിരായ മത്സരം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. അഭിഷേകിന്റെ ശാരീരികക്ഷമത പരിശോധിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ എളുപ്പം കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അതിന് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ പകരക്കാരനെ തേടിയേ മതിയാവൂ. ഇതുമാത്രമല്ല വെല്ലുവിളിയാവുന്ന കാര്യം. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ഫെബ്രുവരി 15-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ മത്സരം നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എങ്കിൽ ആ മത്സരത്തിൽ അഭിഷേക് കളത്തിലെത്തിയേ മതിയാവൂ. ആരോഗ്യം പൂർണ്ണമായും തിരിച്ചെടുക്കാനായില്ലെങ്കിൽ നമീബിയയ്ക്കെതിരെ വിശ്രമം നൽകി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 100% ക്ഷമതയിലേക്ക് അഭിഷേകിനെ തിരിച്ചെത്തിക്കാൻ മാനേജ്മെന്റ് തയ്യാറെടുക്കും. അഭിഷേക് നൽകുന്ന തുടക്കമാണ് ഏഷ്യാകപ്പിൽ ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യയെ സഹായിച്ചതും. ഇങ്ങനെ കാര്യങ്ങൾ മാറിമറിയുകയാണെങ്കിൽ സഞ്ജുവിന് നമീബിയയ്ക്കെതിരായ മത്സരത്തിൽ അവസരം നൽകാൻ മാനേജ്മെന്റ് ഒരുങ്ങിയേക്കും. താരതമ്യേന ശക്തരല്ലാത്ത നമീബിയയ്ക്കെതിരെ അഭിഷേകിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയില്ല. അതിനാൽ ഒരു പരീക്ഷണത്തിന് ഇന്ത്യയുടെ കുതിപ്പിന് തടയിടാൻ പോകുന്നതുമല്ല. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരിക്കും. സഞ്ജുവിന് അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജു സാംസന് കരിയറിന് തന്നെ ഒരു കനത്ത തിരിച്ചടിയാകും. പ്രത്യേകിച്ച് ഓപ്പണറുടെ സ്ഥാനം ഇഷാൻ കിഷൻ ഭദ്രമാക്കിയ സാഹചര്യത്തിൽ. നമീബിയയ്ക്കെതിരെ അവസരം കിട്ടി തിളങ്ങിയാൽ ടീമിൽ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ തുടർ മത്സരങ്ങളിൽ അന്തിമ 11-ൽ സ്ഥാനം ഉറപ്പിക്കാൻ മികച്ച ഒരു ഇന്നിംഗ്സിന് കഴിഞ്ഞേക്കില്ല. കാരണം ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലെ മോശം പ്രകടനം തന്നെയാണ്. ശുഭ്മൻ ഗില്ലിനെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പേര് തഴഞ്ഞുകൊണ്ടായിരുന്നു സഞ്ജു സാംസനെ ലോകകപ്പ് ടീമിലേക്ക് BCCI അവസരം നൽകിയത്. പക്ഷേ ന്യൂസിലാൻഡ് മത്സര പരമ്പരയിലെ ഒരു മത്സരത്തിൽ പോലും തിളങ്ങാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. 5 മത്സരങ്ങളിൽ ആകെ സമ്പാദ്യം കേവലം 46 റൺസായിരുന്നു. മറുവശത്ത് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഇഷാൻ കിഷൻ റൺമഴ പെയ്യിക്കുകയായിരുന്നു. അതിനു പുറമെ ഒരു അവസരം കൂടിയുണ്ട്. അഭിഷേകിന് പനിക്ക് പുറമെ കഴിഞ്ഞ കളിയിൽ ഒറ്റ റൺസ് എടുക്കാതെ പുറത്തായിരുന്നു. ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമീബിയയ്ക്കെതിരെ സഞ്ജുവിനെ ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്.